മാരകമായി ഭവിക്കുന്ന ഫോസിലുകൾ ഭാഗം 3. പരിണാമവിശ്വാസപ്രകാരം നിലവിലുള്ള ജീവികളിൽ ഏറ്റവും സങ്കീർണനായ മനുഷ്യനാണ് അവസാനത്തെ പരിണാമക്കണ്ണി. എന്നാൽ പരിണമിച്ച പരിണാമ സിദ്ധാന്തപ്രകാരം മനുഷ്യനാകണം അവസാനത്തെ സൃഷ്ടിയെന്ന് പരിണാമവാദികൾക്കും നിർബന്ധമുള്ള കാര്യമല്ല. അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി 4.7 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്ന ഐഡ ആൾക്കുരങ്ങിന്റെ ഫോസിൽ കണ്ടുകിട്ടിയ ഭൗമപാളിയേക്കാൾ പഴക്കമുള്ള പാളിയിൽ നിന്നും ഒരു മനുഷ്യ ഫോസിൽ നാളെ കണ്ടെത്തിയെന്ന് കരുതുക. ഇതും പരിണാമ സിദ്ധാന്തത്തിനുള്ള തെളിവായി ഉയർത്തിക്കാണിക്കാൻ പരിണാമവാദികൾക്ക് അല്പം പോലും പ്രയാസമുണ്ടാകുകയില്ല. മനുഷ്യന്റെയും ഐഡയുടെയും പുതുപൂർവികരായ ജീവികൾ 2 കൂട്ടമായി പിരിഞ്ഞതിനു ശേഷം ചുറ്റുപാടുകളിലുണ്ടായ ചില അസൗകര്യങ്ങൾ കാരണമായി ഒരു കൂട്ടം അല്പം വേഗത്തിൽ പരിണമിച്ച് മനുഷ്യനായതാണെന്നും രണ്ടാമത്തെ കൂട്ടം അല്പം വൈകി ആൾക്കുരങ്ങായതാണെന്നും വിശദീകരിക്കാൻ യാതൊരു വൈമനസ്യവും അവർ കാണിക്കുകയില്ല. അപ്രകാരം പരിണാമവാദികളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഭൗമപാളികളുടെ പ്രായത്തിനനുസൃതമല്ലാത്ത സങ്കീർണതകളോടുകൂടിയ ഫോസിലുകൾ കണ്ടുകിട്ടിയാൽ പോലും അതെല്ലാം പരിണാമ സിദ്ധാന്തത്തിനുള്ള അനിഷേധ്യ തെളിവുകളായി ആഘോഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഭൂമിയിൽ ഒരിക്കൽ മാത്രമാണ് ജീവൻ ഉത്ഭവിച്ചിട്ടുള്ളതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാകുമ്പോൾ ഫോസിൽ നിരകളിൽ എന്ത് ക്രമക്കേടുകൾ കണ്ടെത്തിയാലും അവയൊന്നും തന്നെ പരിണാമ സിദ്ധാന്തത്തിനെതിരല്ലെന്ന് വ്യാഖ്യാനിച്ചെടുക്കാനുള്ള അതിസാമർഥ്യം കൂടി പരിണാമവാദികൾക്കുണ്ടാകേണ്ടത് അനിവാര്യമാണ്. നാളെ മുതൽ ഏറ്റവും പഴക്കമുള്ള ഭൂപാളികളിൽ നിന്ന് ലഭിക്കുന്ന ജൈവ ഫോസിലുകളെല്ലാം സങ്കീർണത കൂടിയവയാണെന്ന് കണ്ടെത്തിയാൽ പോലും അതും പരിണാമ സിദ്ധാന്തത്തിനുള്ള തെളിവാണെന്ന് സമർത്ഥിക്കുന്നതിന് അവർക്ക് സാധിച്ചേ മതിയാവൂ. എല്ലാ ജീവജാതികളുടെയും ജനിതക വസ്തുക്കളിലടങ്ങിയിട്ടുള്ളത് DNA-കൾ തന്നെയാണ്. പല ജീവികളുടെയും DNA അളവ് മനുഷ്യരുടേതിനേക്കാൾ കൂടുതലാണ്. അതുപോലെ സങ്കീർണത കുറഞ്ഞവയെന്ന് കരുതപ്പെട്ടിരുന്ന പല ജീവജാതികളിലും സങ്കീർണത കൂടിയവയെന്ന് കരുതപ്പെട്ടിരുന്ന ജീവജാതികളേക്കാൾ അധികം DNA-കൾ ഉള്ളതായി കാണപ്പെടുന്നു. ആയതിനാൽ അവയൊക്കെ ഇനി മുതൽ സങ്കീർണത കൂടിയ ജീവജാതികളായി പരിഗണിക്കപ്പെടണം. ലളിതജീവികളെന്ന് മുദ്രകുത്തപ്പെട്ടവയൊക്കെ ഇനി മുതൽ സങ്കീർണ ജീവജാതികളായി പരിഗണിപ്പെടണം എന്ന രീതിയിലൊക്കെ അവർക്ക് വാദിക്കാനാകും. അങ്ങനെ സങ്കീർണതയും കാലപ്പഴക്കവും ജനിതക ഘടനയും തമ്മിൽ പ്രത്യേകിച്ചൊരു ബന്ധമില്ലെന്ന് സ്ഥാപിച്ചും പരിണാമ സിദ്ധാന്തത്തെ അവർക്ക് സംരക്ഷിച്ചു നിർത്താനാകും. ചുരുക്കത്തിൽ ഒരു ജീവജാതിയുടെ വംശപരമ്പര വേഗത്തിൽ പരിണമിച്ച് മനുഷ്യനിലെത്തിയെങ്കിലും മറ്റൊരു ജീവജാതിയുടെ പരമ്പരയിൽ നിന്നും മനുഷ്യരോളം സങ്കീർണതയില്ലാത്ത ജീവജാതികളുടെ ഉത്ഭവം മനുഷ്യർക്ക് ശേഷവും പരിണാമ സിദ്ധാന്തപ്രകാരമാണെങ്കിൽ പോലും സംഭവിക്കാവുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു തെളിവും പരിണാമവാദികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സങ്കീർണതാക്രമത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്ന ഫോസിൽ പട്ടികകളിലൊന്നിലും കാണുകയുണ്ടായില്ല. അതിനു കാരണം സത്യത്തിൽ അത്തരമൊരു ഫോസിൽ പോലും അവർക്കിതുവരെ കണ്ടുകിട്ടിയിട്ടില്ലെന്നതാണോ, അതോ അറിയാത്തതും ചിന്തിക്കാൻ കഴിയാത്തതും വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്തതുമൊക്കെ അവർ കാണുകയില്ലെന്നാണോ? വ്യത്യസ്ത ജീവജാതികൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് ഉത്ഭവിച്ചിട്ടുള്ളതെന്ന് വാദത്തിനു വേണ്ടി അംഗീകരിച്ചാൽ പോലും സങ്കീർണതയ്ക്ക് കാലാനുക്രമമായ ഒരു ക്രമമില്ലെന്നും ആവശ്യമില്ലെന്നുമാണ് എന്റെ സിദ്ധാന്തം സമർത്ഥിക്കുന്നത്. മനുഷ്യനുൾപ്പെടെയുള്ള വിവിധ ജീവജാലങ്ങളുടെ ഉത്ഭവം ഇന്ന് പരിണാമ സിദ്ധാന്തം അവകാശപ്പെടുന്ന ക്രമത്തിലല്ല എന്ന് തെളിയിക്കുന്ന ഫോസിലുകൾ ഭൂമിക്കടിയിൽ നിന്നും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ലെന്നാണെങ്കിൽ ഇനിയും കണ്ടുകിട്ടാവുന്നതേയുള്ളൂ. ആൾക്കുരങ്ങ് ഫോസിലുകൾ കണ്ടുകിട്ടിയ ഭൗമപാളികളേക്കാൾ പഴക്കമുള്ള ഭൗമപാളികളിൽ നിന്നും മനുഷ്യ ഫോസിലുകൾ കണ്ടെടുത്താലും അത്ഭുതപ്പെടാനില്ല.